ഈ യോഗത്തിൻ്റെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട SP ശ്രീചന്ദ്രൻ അവർ, യോഗാധ്യക്ഷൻ കൊച്ചി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MA കൃഷ്ണമൂർത്തി അവർ, DFO ശ്രീ MI വർഗീസ്, ബാലകൃഷ്ണൻ, ഡോക്ടർ KC പണിക്കർ, ഡോക്ടർ മുരളീധരൻ നായർ, ശ്രീ വേണുഗോപാൽ, സദസ്സിലെ ബഹുമാന്യ സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, വിശിഷ്ട വ്യക്തികളെ, ആനയെക്കുറിച്ച് കഴിഞ്ഞ വളരെ കാലങ്ങളായി നിരവധി വിവരങ്ങൾ സ്വപ്രയത്നത്തിലൂടെ നമ്മുടെ ഡോക്ടർമാരുടെ ടീം തന്നെ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആന അക്രമാസക്തമാകുന്നത് എങ്ങനെ, എപ്പോൾ എന്നെല്ലാം നമുക്ക് വളരെയധികം അറിവ് ലഭിച്ചിട്ടുണ്ട്. അതിലൊന്ന് ആനയും ആനപ്പാപ്പാന്മാരും തമ്മിലുള്ള ആ ബന്ധം. ആനയെ പരിചരിച്ച് കൊണ്ടു നടക്കുക എന്നുള്ളതാണ് അതിൽ മുഖ്യ വിഷയം. നീരുകാലം നോക്കി നീരിൽ വളരെ ബന്ധവസോടെ കെട്ടി ആനയെ സംരക്ഷിച്ച് വെള്ളവും തീറ്റയും കൊടുത്ത് നീരിൻ്റെ പരിപൂർണ കാലാവധി അവസാനിച്ച് ആനയെ അഴിച്ച് ആദ്യത്തെ 1-2 ദിവസം വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ച് കൊണ്ടു നടക്കുന്ന ഒരു ആനയ്ക്ക് വളരെ ദുർലഭമായ അപകടങ്ങൾ സംഭവിക്കുന്നുള്ളൂ എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. നീരൊലിപ്പിക്കാതെ ഉത്സവത്തിന് വേണ്ടിയിട്ടും മറ്റും കൊണ്ടു നടക്കുന്ന ആന എപ്പോഴാണ് വൃദ്ധനാവുക എന്ന് നമുക്ക് നമ്മുടെ അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വളരെ 10-30 വർഷം മുമ്പിലേക്ക് നാം നോക്കുകയാണെങ്കിൽ എൻ്റെ സ്വന്തം അനുഭവത്തിൽ ഞങ്ങൾ കുട്ടമല ദേവസ്ഥലത്തിലേക്ക് പന്തളം രാമകൃഷ്ണൻ എന്നൊരാനെ വാങ്ങിക്കുകയുണ്ടായി. കിഴക്കുവീട്ടിൽ ബാലകൃഷ്ണൻ്റെ ഉപദേശപ്രകാരം അന്ന് ഞങ്ങൾ അദ്ദേഹത്തിനോട് നല്ലൊരു ആനയെ വേണം എന്ന് പറഞ്ഞു ചെന്നപ്പോൾ അദ്ദേഹം ആദ്യമായി പറഞ്ഞ പേര് പന്തളം രാമകൃഷ്ണൻ എന്നാനെയാണ്. അതിനെക്കുറിച്ച് മറ്റു ചിലരോട് ചോദിച്ചപ്പോൾ അയ്യോ അത് വേണ്ട, വളരെ വികൃതിയാണ് എന്ന് പറഞ്ഞു. എങ്കിലും ബാലകൃഷ്ണൻ്റെ ആ വാക്കുകൾ വിശ്വസിച്ച് അദ്ദേഹം നിർബന്ധിച്ച് ആനയെ കുട്ടമല ദേവസ്വം വാങ്ങിച്ചു. കുട്ടമല ഗോപാലകൃഷ്ണൻ അത്രയധികം അതിൻ്റെ മുൻകാല ചരിത്രം നോക്കുമ്പോൾ വികൃതിയും മറ്റ് മയക്കുവെടി വെച്ചിട്ട് തെങ്ങ് തള്ളി ആ തെങ്ങ് വലിയ തെങ്ങ് കൊമ്പിൽ എടുത്തു വെച്ച് മനക്കിലേക്ക് ചെന്നിട്ടുണ്ട്. അത്രമാത്രം ഭീകരമായിരുന്ന ഒരു ചിത്രമായിരുന്നു ഈ ആനയ്ക്ക് അതിന് മുമ്പ്. പന്തളം അതിൻ്റെ ഉടമസ്ഥയുള്ള ക്ഷേത്രത്തിലേക്ക് ഒരാഴ്ച മാത്രമേ വർഷത്തിൽ അതിനെ നിർത്തുകയുള്ളൂ. അത് കഴിഞ്ഞാൽ അവിടെയുള്ളവർ ഈ ആനയെ തിരിച്ചു കൊണ്ടുപോകണം പറയും. അങ്ങനെ തൃശ്ശൂരിൽ മുണ്ടൂരിൽ മാടമ്പ മനക്കിലാണ് അത് നിന്നിരുന്നത്. ആനയെ വാങ്ങിച്ച് അതിൻ്റെ ആനയും ആനക്കാരും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി സസൂക്ഷ്മം കൊണ്ടു നടന്ന് ആ നീരുകാലത്ത് കെട്ടി നമുക്ക് അത് പഠിപ്പിച്ചു തന്നു. അത്ര വൃദ്ധനല്ല എന്ന്. അതുപോലെ തന്നെ ഈ ബാലകൃഷ്ണൻ്റെ ഉടമസ്ഥയിലുള്ള അവണപ്പറമ്പ് ദാമോദരൻ എന്നാനാണ്. ദാമോദർ സൻസിൻ്റെ ദാമോദരനായി മാറിയപ്പോൾ പൂരം കഴിഞ്ഞാൽ ഒരൊറ്റ ദിവസം പോലും ഇവിടെ നിർത്താതെ ആനയെ പറമ്പിലേക്ക് ബാലകൃഷ്ണൻ കൊണ്ടുപോയി കെട്ടും. വിയ്യൂർ തോട്ടിൽ കുളിപ്പിച്ച് നേരെ കെട്ടുതറിയിലേക്ക് ഒന്ന് കെട്ടി 3-4 ദിവസം കൊടുത്ത് ആനയ്ക്ക് നീരൊലിക്കുന്നു. അത് വളരെ ചിട്ടയോടുകൂടിയാണ് അദ്ദേഹം നടത്തിയത്.
അതിൻ്റെ മുൻകാല ചരിത്രങ്ങൾ നോക്കിയാൽ ഇതുപോലെ തന്നെ വളരെ വികൃതി നടന്നതാണ്. ഈ അടുത്ത കാലത്ത് എന്നോട് ഡോക്ടർ ശ്രീ പണിക്കർ പറഞ്ഞു, കോഴിക്കോട് ആനന്ദനുണ്ട് ഒരു സർക്കസിലെയാണ്, പക്ഷേ അഴിക്കാൻ പറ്റില്ല, അഴിച്ച പോകുന്നു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട എന്ന്. അത് എങ്ങനെയോ തിരിഞ്ഞു പറഞ്ഞ് നമ്മുടെ തന്നെ സുഹൃത്തുക്കളായ ശ്രീ ഗോപിയും ഡേവീസും അതിനെ വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്നു. വളരെ നെരുക്കത്തോടു കൂടിയിട്ട് വളരെ നല്ല നല്ല പാപ്പന്മാരെ വെച്ച് ആന എപ്പോഴും അതിസൂക്ഷ്മം നടത്തി ആദ്യത്തെ 1-2 പ്രാവശ്യം കുറച്ച് ചില്ലറ വികൃതികൾ കാണിച്ചു എന്നല്ലാതെ ഇന്ന് ലക്ഷണമൊത്ത മുൻനിരയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരാനയായി അത് മാറിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് സൂപ്രണ്ട് ശ്രീ ടി ചന്ദ്രൻ IPS അവരുടെ, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, വളരെ വിശുദ്ധമായ വിജയദശമി നാളിൽ തന്നെ ആനവിജ്ഞാന വ്യാപന രംഗത്ത് ആന സംരക്ഷണ സമിതിക്ക് ഇങ്ങനെയൊരു ശ്രമം തുടങ്ങാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഏതാണ്ട് 3500ഓളം നാട്ടാനകളുള്ള കേരളത്തിൽ, 3500ഓളം നാട്ടാനകളുള്ള ഇന്ത്യയിൽ, 700ഓളം നാട്ടാനകൾ കേരളത്തിൽ, അതായത് ഇന്ത്യയുടെ മൊത്തം വിസ്തൃതിയുള്ള 1% മാത്രം ഭൂവിസ്തൃതിയുള്ള കേരളത്തിൽ ഇന്ത്യയിലെ മൊത്തം നാട്ടാനകളുടെ 20% അവയെ സംരക്ഷിക്കാൻ ഇന്ത്യക്ക് തന്നെ മാതൃകയായിട്ടൊരു ആനവിജ്ഞാന കേന്ദ്രം അത് തുടങ്ങിയെന്നത് വളരെ ശ്ലാഘനീയമായൊരു കാര്യമാണ്. ഇനി എൻ്റെ കടമയിലേക്ക് കിടക്കട്ടെ. ഇന്നത്തെ ഈ ചടങ്ങ് ആനവിജ്ഞാന കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ശ്രീ KS പ്രേമനന്ദകുറുപ്പ IAS അവരുടെ ആന സംരക്ഷണ സമിതിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും അഗൈതവുമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ബഹുമാനപ്പെട്ട കൊച്ചിൻ ദേവസ്വം പ്രസിഡന്റ് അഡ്വക്കേറ്റ് MA കൃഷ്ണനുണ്ണി അവർക്ക് ആന സംരക്ഷണ സമിതിയുടെ പേരിലും സ്വന്തം പേരിലും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇന്നത്തെ സെമിനാർ ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് സൂപ്രണ്ട് ശ്രീ ടി ചന്ദ്രൻ IPS അവരുടെ ആന സംരക്ഷണ സമിതിയുടെ പേരിലും സ്വന്തം പേരിലും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇന്നത്തെ ചടങ്ങിൽ ആശംസാ പ്രസംഗം നടത്തിയ DFO ചാലക്കുടി DFO ശ്രീ MI വർഗീസ് അവർ, ഗുരുവായൂർ ദേവസ്വം ചീഫ് അക്കൗണ്ട്സ് ഓഫീസർ ശ്രീ വേണുഗോപാൽ സാർ, പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് അഡ്വക്കേറ്റ് കുന്നമ്പത്ത് ബാലകൃഷ്ണ മേനോൻ, തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് ശ്രീ വിജയൻ എന്നിവർക്ക് ആന സംരക്ഷണ സമിതിയുടെ പേരിൽ സ്വന്തം പേരിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ ചടങ്ങിൽ സംബന്ധിക്കാനെത്തിയ മുഴുവൻ ആനപ്രേമികൾ, ദേവസ്വം ഭാരവാഹികൾ, അതുപോലെ തന്നെ മാധ്യമ പ്രതിനിധികൾ, ആനപ്രേമികൾ, പൊതുജനങ്ങൾ, വെറ്ററിനറി ഡോക്ടർമാർ, എല്ലാവർക്കും ആന സംരക്ഷണ സമിതിയുടെ പേരിൽ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സെമിനാറിൽ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ആവശ്യപ്പെടുന്നതായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. മാന്യ സുഹൃത്തുക്കൾ, നമ്മളിന്ന് പത്രത്തിൽ മിക്ക ദിവസവും കാണാം ആന ഓടി, ആന ചങ്ങല പൊട്ടിച്ചു, അല്ലെങ്കിൽ ആനക്കാരെ കുത്തി മലർത്തി എന്നൊക്കെ. അത് നമ്മൾ പോറ്റുന്നതായിട്ടുള്ള നാടൻ ആനകൾ. കാട്ടാനകളെ ശല്യം ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാറുള്ള ഇപ്പൊ കാട്ടാനകളെ കാട്ടിലെ നടന്നതയും കുതിരകൾ ചെയ്ത് കഴിയാൻ പത്രത്തിൽ വരുന്നില്ല. വന്നു കഴിഞ്ഞാൽ അവർ കൃഷി നശിപ്പിക്കും, അല്ലെങ്കിൽ പൊതുജനങ്ങളെ ഉപദ്രവിക്കുകയോ അവരെ കൊല്ലുകയോ വളരെ അപൂർവമാണ്. പക്ഷേ നമ്മൾ അരുമയായി പോയിട്ടുള്ള ആനകൾ കൈവിടുകയും വെളിപിടിക്കുകയും ചെയ്ത് അവനെ പോറ്റിക്കൊണ്ടുപോകുന്നതിനുള്ള സസ്നേഹം വളർത്തിയ പാപ്പാനെ കൂടി തന്നെ ആന ഉപദ്രവിക്കുന്നു, ആന കുത്തുന്നു, ചിലപ്പോൾ ധാരാളമായ വിധത്തിൽ പാപ്പാൻ മരണപ്പെടുകയും സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇതിന് കാരണങ്ങൾ പറയുകയാണെങ്കിൽ പലതുണ്ട്. കുറേയൊക്കെ നേരത്തെ ഇവിടെ
ഉദ്ഘാടനം ചെയ്ത കൃഷ്ണുണ്ണി ഡെപ്യൂട്ടി കൃഷ്ണുണ്ണി പറഞ്ഞതുപോലെ തന്നെ ആനകൾ സ്വതവേ വികൃതികളല്ല. സ്നേഹം പറഞ്ഞു നോക്കുകയാണെങ്കിൽ നമുക്ക് പകരം സ്നേഹപരമായിട്ടുള്ള പ്രയോജനങ്ങൾ നൽകുന്നതിനും സ്നേഹപരമായ വിധത്തിൽ നമ്മൾ പെരുമാറുന്നതിനും ആനകൾ സന്നദ്ധരാണ് ഒരു കണക്ക് നോക്കുമ്പോൾ. പക്ഷേ നമ്മൾ